Good morning to all. Today we discussing about vacation of office directors. Vacation of office directors section 167. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 167 അനുസരിച്ച് ഒരു ഓഫീസിലെ ഡയറക്ടർമാർ ഒഴിവുകൾ വാക്കൻസീസ് എങ്ങനെയൊക്കെ വരുമെന്ന് നോക്കാം. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് വേക്കൻസീസ് വരുമെന്ന് നോക്കാം. He incurs any of the disqualifications specified in section 164. സെക്ഷൻ 164 അനുസരിച്ച് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് അയോഗ്യതയുള്ള ആൾക്കാരെ വരുമ്പോഴത്തേക്കും അവർക്ക് അവിടെ വേക്കൻസീസ് വരും. ആ ഡയറക്ടർ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടേണ്ടതായിട്ട് വരും. അവിടെ ഒരു വേക്കൻസി വരും. He absents himself from the meetings of a board of directors held during a period 12 months with or without seeking leave of absence of the board. ബോർഡ് കൊടുത്തിട്ടുള്ള ലീവ് അനുസരിച്ച് ബോർഡ് അനുവദിച്ച് കൊടുത്ത ലീവോ ഉണ്ടായിട്ടും അതുപോലെ തന്നെ അനുവദിക്കാത്ത ലീവ് എടുത്തും അതുപോലെ തന്നെ 12 മാസം ഒരു കമ്പനിയിൽ മീറ്റിങ്ങിൽ നിന്ന് കൂടാതെ ഒഴിഞ്ഞു മാറി ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആളിനെ ഒഴിവാക്കുകയും ചെയ്യും. കമ്പനിയിൽ വേറെ പുതിയ ആൾക്കാരുള്ള വേക്കൻസീസ് വരും. He acts in a contravention of a provisions of section 184 disclosure of interest by a director relating to entering into contracts or arrangements in which he is directly or indirectly interested. സെക്ഷൻ 184 അനുസരിച്ച് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റ് അതോ അറേഞ്ച്മെൻറ്റ്സിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ സെക്ഷൻ 184 പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസിനെതിരെ ആയിട്ട് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഏതെങ്കിലും ഡയറക്ടേഴ്സിനെ അതിൻ്റെ അകത്ത് പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ he fails to disclose his interest in any contract or arrangements in which he is directly or indirectly interested. സെക്ഷൻ 184 അനുസരിച്ച് ഉള്ള പ്രൊവിഷൻസ് അനുസരിച്ചല്ല ഇവർ ഒരു കോൺട്രാക്റ്റ് അല്ല. അറേഞ്ച്മെൻറ്റ്സ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കാര്യം മനസ്സിലാക്കിയിട്ടും അവർ ആ കാര്യം ആരോടും ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ he becomes disqualified by a order of court or tribunal. ട്രിബ്യൂണലിൻ്റെയോ കോർട്ടിൻ്റെയോ ഓർഡർ പ്രകാരം അയോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി he is convicted by a court of any offense whether involving moral tributed or otherwise and sentenced in respect thereof to imprisonment of not less than 6 months. He should vacate the office even if he has filed appeal against the order of such court. 6 മാസത്തിന് കൂടാതെ ജയിൽ ശിക്ഷ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ he is removed in presence of a provisions of this act. കമ്പനി ആക്ട് പ്രൊവിഷൻസ് അനുസരിച്ച് അതിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പ്രൊവിഷന് അതിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ he having been appointed a director by virtue of his holding any office or other employment in the holding subsidiary or associate company cease to hold such office or other employment in that company. ഏതെങ്കിലും ഒരു ഹോൾഡിംഗ് കമ്പനിയുടെയോ സബ്സിഡറി കമ്പനിയുടെയോ അസോസിയേറ്റ് കമ്പനിയുടെയോ ഓൾറെഡി അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടർമാർ ആ കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും കാരണം കൊണ്ട് വിരമിക്കുകയാണെങ്കിൽ if a person function as a director even when he knows that the office of director held by him has become a vacant or account of any disqualification specified, he shall punishable with imprisonment for a term which may extend to 1 year or fine which shall not less than 1 lakh rupees but which may extend to 5 lakh rupees or with both. ഒരു വ്യക്തി ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ആ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയിക്കണം. അതുമാത്രമല്ല യോഗ്യനായ സ്റ്റാഫുകളെ ഒഴിവാക്കണം. അതുമാത്രമല്ല 1 വർഷം ജയിലിൽ ശിക്ഷിക്കണം. 1 ലക്ഷം പിഴയോ അടുപ്പിക്കണം.
where all the directors of a company vacate their office under any of the disqualification specified the promoter, or in his absence the central government shall appoint the required number of directors who shall hold office till the directors are appointed by the company in the general meeting. A private company may be articles provide any other ground for a vacation office of a director in the addition to those specified above. അവിടുത്തെ ഓഫീസിലെ ഡയറക്ടേഴ്സ് കമ്പനി ഒഴിവാക്കുകയാണെങ്കിൽ അതിന് പകരമായി പ്രൊമോട്ടേഴ്സിനെ നിയമിക്കണം. സെൻട്രൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ട ഡയറക്ടർമാരെ ഓഫീസ് നിയമിക്കുന്നത് ജനറൽ ബോഡി മീറ്റിങ്ങിലൂടെയാണ് അപ്പോയിൻ്റ് ചെയ്യണത്. ഒരു പ്രൈവറ്റ് കമ്പനി അതിൻ്റെ എഴുത്തുകൾ മുഖേന മുകളിൽ വ്യക്തമാക്കിയ കൂടാതെ ഒരു ഡയറക്ടറിനുടെ ഓഫീസിൻ്റെ അവധി കാലത്തിന് മറ്റൊരിക്കലും അടിസ്ഥാനമാക്കി നൽകാം. Resignation of a director, Section 169. A director may be resigned from his office by giving a notice in writing to company and board, and the company shall within 13 days from the receipt of a notice intimate the register in the prescribed form and post the information on its website. If any, the fact of such resignation should also be placed in the report directors led in the immediate following general meetings by the company. The director should also forward a copy of his resignation along with the detailed reasons for the resignation to the registrar within the 30 days of resignation such manner as may be prescribed. A resignation of a shall also take effect from the date on which the notice received by the company or the date, if any is specified by the director in notice. Whichever is later, a director who has resigned shall be liable even after his resignation for the offence which occurred office under Section 167. The promoter, or in his absence the central government shall appoint the required number of directors who shall hold office till the directors are appointed by the company in the general meeting. Resignation of director, Section 169 channel. Section 169 അനുസരിച്ച് ഒരു ഡയറക്ടറിൻ്റെ രാജ്യം എങ്ങനെ ആയിരിക്കും, അതായത് അയാളുടെ സ്ഥാനത്ത് നിന്ന് രാജ്യം വെക്കുകയാണ്. എന്താണ് ഡയറക്ടർ ചെയ്യണത്? ഡയറക്ടറിന് അയാളുടെ ആ ഒരു പദവിയിൽ നിന്നൊരു രാജ്യം വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തെ എഴുതി കൊടുക്കണം. അല്ലാതെ പറഞ്ഞാൽ മാത്രം പോരാ, രേഖമൂലം എഴുതി കൊടുത്തിരിക്കണം. എന്നിട്ട് ഈ ഡയറക്ടർ കമ്പനിക്ക് കൊടുത്ത ഈ കമ്പനി ഇത് കിട്ടിയ ആ സമയത്ത് തന്നെ അതേ ഒട്ടും താമസിപ്പിക്കാതെ ഏത് രീതിയിലാണോ പ്രൊസീജിയർ അനുസരിച്ച് ആദ്യം തന്നെ ആരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. രജിസ്റ്ററിനെ വെച്ചിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തായിട്ട് ആദ്യത്തെ ജനറൽ മീറ്റിങ്ങിന് ഈ കാര്യത്തിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ രജിസ്റ്റേഴ്സിൻ്റെ റിപ്പോർട്ട് അകത്ത് ഈ ഒരു കാര്യത്തിനെ പറ്റി അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. റെസിഗ്നേഷൻ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു കോപ്പി, അതായത് രാജ്യത്തിൻ്റെ ഒരു കോപ്പി 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്ററിന് എടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡയറക്ടറിന് ആദ്യമേ ആര് കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഡയറക്ടേഴ്സ് കമ്പനിക്ക് കൊടുക്കുമ്പോൾ കമ്പനി അതിന് രജിസ്റ്ററിനെ ഇൻറ്റിമേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. ഇത് റെസിഗ്നേഷൻ ചെയ്തതിൻ്റെ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഡയറക്ടറിന് നേരിട്ട് രജിസ്ട്രാറുടെ അടുത്ത് കൂടെ കൊടുത്തിരിക്കണം. Rights of persons other than retiring director to stand for directorship, Section 160. If any person who is not a retiring director intends himself to be proposed as a director of some members intending to propose his director, and such persons shall give a notice company at least 14 days before the meeting at the registered
office along with the deposit rupees 1 lakh or such higher amount may be prescribed. Such a deposit shall be returned such persons members as case may be. If the proposed persons get elected director or gets more 25% of the total valid votes cast, either show hands or a poll on such a resolution. The company shall inform the membership of a candidature of such persons per Rule 13 of the Company's Appointment and Qualification of Directors, Rules 2014. According to the rule, the company shall at least 7 days before the general meeting inform the members of the person candidature of a person for the office director or intention members propose such a person as a candidate for that office. ഒരു കമ്പനിയിൽ ഡയറക്ടർ ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലാതെ മറ്റുള്ള ആളെ ഡയറക്ടർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിലോ അയാൾ 14 ഡേയ്സിന് മുന്നേ രജിസ്റ്റർ ഓഫീസിൽ അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് rupees 1 lakh അല്ലെങ്കിൽ ആ കമ്പനിയിൽ എത്രയാണോ പറഞ്ഞിരിക്കണേ അത്രയും എമൗണ്ട് നമ്മൾ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, ഡയറക്ടർ ആവാൻ പോണേലും മുന്നേ. ഇന്ന് ഈ വോട്ട് ചെയ്യും ഡയറക്ടേഴ്സിന് വേണ്ടി കമ്പനിയിൽ ഡയറക്ടറായിട്ട് സെലക്ട് ചെയ്യാൻ ആ വോട്ടിൽ ജയിക്കണം. 25% വാലിഡ് കിട്ടണമെങ്കിലോ നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടും. ഈ കാൻഡിഡേറ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ കമ്പനിയിൽ ഒരു 7 ദിവസം മുന്നെങ്കിലും അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കമ്പനിയിൽ കൊടുത്തിരിക്കണം. മെമ്പേഴ്സിനെ അവർ കാൻഡിഡേറ്റായിട്ട് നീക്കാൻ പോണെങ്കിൽ ആ ഡയറക്ടേഴ്സിന് പേരും കാര്യങ്ങളും അപ്പോയിൻമെൻറ്റും ക്വാളിഫിക്കേഷൻസും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവണം. By serving individual notice to the members through electronic mode to such members who have provided their email address to the company for communication purpose and while writing to all over the other members, and by placing the notice such a candidature or intention on the website of the company, if any it is shall not be necessary for the company to serve individual notice upon the members as a aforesaid. If the company advertises such a candidate or intention not less than 7 days before the meeting, at least one vernacular newspaper vernacular language and at least one in English language in an English newspaper. ഈ ഒരു കാൻഡിഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കമ്പനിക്ക്. അതായത് സർവിങ് ഇൻഡിവിജ്വൽ നോട്ടീസ്, സെലക്ട് ചെയ്ത മെമ്പേഴ്സിന് ഇൻഡിവിജ്വൽ നോട്ടീസ് എപ്പോഴും അയച്ചുകൊണ്ടിരിക്കണം. ഇമെയിൽ വഴി, ഇലക്ട്രോണിക് മോഡ് വഴി ഈ ഡയറക്ടേഴ്സിനായിട്ട് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാനുള്ള ആൾക്കാർക്ക് അയച്ചു കൊണ്ടിരിക്കണം. ഫോർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, എൻക്വയറീസ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റിന് വേണ്ടി ഇമെയിൽ അയക്കാം. നാളെ വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങളും ഉള്ള നോട്ടീസുകൾ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് അയക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് എല്ലാ മെമ്പേഴ്സിനും വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതിയല്ലോ. മീറ്റിംഗ് 7 ഡേയ്സ് മുന്നേ ഇത് ചെയ്തിരിക്കണം. താങ്ക് യു.